കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് പ്ലൂരാലിറ്റി ഓഫ് കൾച്ചേഴ്സ് എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്, 1-2 വർഷം മുമ്പ്. അത് നോട്ട്സിനെ ബേസ് ചെയ്ത് ഇട്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മൊഡ്യൂൾ 1 പറയുന്നത് പ്ലൂരാലിറ്റി ആൻഡ് ദ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ ഇൻ ആൻഷ്യൻ ഇന്ത്യ എന്നുള്ള ഭാഗമാണ്. അതായത് പ്രാചീന ഇന്ത്യയിലെ വിയോജിപ്പിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. പ്ലൂറലിസം, ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ്. അതായത് ബഹുസ്വരത എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. വിവിധ വിഭാഗങ്ങൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ ജന്മദേശമാണ് ഇന്ത്യ. നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക വിനിമയത്തിലൂടെ അകത്തു നിന്നും പുറത്തു നിന്നും വികസിച്ച സമന്വയമായുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രയായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ഒരു സംസ്കാരത്തിൻ്റെ ബാഹുല്യം ഒരു പൊതുഭൂമിയും സ്ഥലവും പങ്കിടുന്നുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി ഓരോന്നിനും വ്യത്യസ്ത അളവിലുള്ള മൗലികതയോടെ അവയുടെ വ്യതിരിക്തത നിലനിർത്താൻ കഴിയുന്നുണ്ട്. അതായത് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരേ സമയം ഇഴചേർന്ന് നിൽക്കുന്ന ഇന്ത്യയിൽ ഓരോ സംസ്കാരത്തിൻ്റെയും മൂല്യത്തെ നശിപ്പിക്കാതെ, എന്നാൽ എല്ലാ സംസ്കാരങ്ങൾക്കും അവരുടേതായ സംസ്കാരങ്ങളെ നിലനിർത്തി പോകാനുള്ള അവകാശത്തോടുകൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക ഇടം ലോകത്തെവിടെയും കാണാൻ പറ്റാത്ത വിധം അത്രത്തോളം മഹത്തരമായ ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോംലാൻഡ് ഫോർ മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, റിലീജിയൻസ് ആൻഡ് കൾച്ചേഴ്സ്. വിവിധ വിഭാഗങ്ങൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ ജന്മദേശമാണ് ഇന്ത്യ. നൂറ്റാണ്ടുകളായിട്ട് സാംസ്കാരിക വിനിമയത്തിലൂടെ അകത്തു നിന്നും പുറത്തു നിന്നുള്ള വിവിധ സംസ്കാരങ്ങൾ സമന്വയിച്ച് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു മുഖമുദ്രയായി ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഇത് വിവിധ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമിയായിട്ട് ഇന്ത്യയെ മാറ്റുകയാണ് ചെയ്തത്. വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഇടം പങ്കിടലും അവരുടെ സമാധാനപരമായ സഹവർത്തിത്വവും ഭിന്നതകളെ വിലമതിക്കുകയും ഒരേ സമയം അവയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബഹുസ്വര സമൂഹത്തിന് ഉറപ്പ് നൽകുന്നുണ്ട്. മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടു ബഹുസ്വരതയെ കുറിച്ച് പറയുന്നത് വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ, മതങ്ങൾ, വർഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള ആളുകൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ചാണെങ്കിലും അവരുടെ വ്യത്യസ്ത പാരമ്പര്യങ്ങളും താല്പര്യങ്ങളും തുടർന്നു പോകുന്ന ഒരു സാഹചര്യത്തെയാണ് ബഹുസ്വരത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ, മതങ്ങൾ, വർഗങ്ങൾ മുതലായവയിലുള്ള ആളുകൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന ഒരു വിശ്വാസമാണ് ബഹുസ്വരത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചരിത്ര കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം സവിശേഷമായ ഒരു പരിണാമ മാർഗം പ്രദർശിപ്പിക്കുന്നുണ്ട്. തത്വചിന്തയുടെ വിവിധ ധാരകൾ, ധർമ്മത്തെക്കുറിച്ചുള്ള ആശയം, നയതന്ത്രം തുടങ്ങിയ നിരവധി നിർണായക ഘടകങ്ങൾ ആ ചരിത്ര പരിണാമത്തെ സ്വാധീനിക്കുന്നുണ്ട്. ആധുനിക ഭരണത്തിൻ്റെ ചില പരിഷ്കൃത സ്വഭാവങ്ങൾ ആദ്യകാല ഇന്ത്യയിലേക്ക് കണ്ടെത്താനാകുമെന്നുള്ളത് ശ്രദ്ധേയമായുള്ള വസ്തുതയാണ്. ആദ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമ്പൂർണ്ണ റിപ്പബ്ലിക്കുകൾ അല്ലെങ്കിൽ ഗണസംഘ ഇതിനുള്ള ചരിത്ര തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത വ്യത്യസ്തമോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമോ ആയ ചിന്തകളിൽ ഒരു പൊതു അടിത്തറ കണ്ടെത്താനുള്ള അതിൻ്റെ സഹജമായിട്ടുള്ള കഴിവാണ്. ഇനി പ്ലൂറലിസം വൈസ് മോണിസം. ഒരു ഏകീകൃത സമൂഹം എന്നത് ഒരു ഏകീകൃത പ്രത്യയശാസ്ത്രത്താൽ ഭരിക്കപ്പെടുന്നതാണ്. അതായത് എല്ലാ അർത്ഥത്തിലും ഏകീകൃത സ്വഭാവം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. ഏറ്റവും കുറഞ്ഞത് ജൈവികവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ അർത്ഥത്തിലും വൈവിധ്യത്തെ സഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ.
വ്യക്തികൾക്കിടയിലുള്ള സഹജമായിട്ടുള്ള വ്യത്യാസങ്ങളും മിക്കവരുടെയും സ്വദേശമായിട്ടുള്ള അല്ലെങ്കിൽ മിക്കവരുടെയും രീതികളായിട്ടുള്ള അസ്വസ്ഥയും ജിജ്ഞാസയും കണക്കിലെടുക്കുമ്പോൾ എല്ലാ സമൂഹങ്ങളും ഏറ്റവും സമഗ്രാധിപത്യം പോലും ചില കാര്യങ്ങളിൽ ഒരു പരിധിവരെ ബഹുസ്വരത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോണിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി തന്നെയാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള സവിശേഷതകളാണ് മോണിസ്റ്റിക് സൊസൈറ്റിക്കും ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയും മോണിസ്റ്റിക് സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്, അല്ലെങ്കിൽ അത് സിമിലാരിറ്റിയും ഡിഫറൻസസും ആണ് ഇവിടെ പറയുന്നത്. എന്താണ് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്നും എന്താണ് മോണിസ്റ്റിക് സൊസൈറ്റി എന്നും നമുക്ക് ഈ ഒരു പട്ടിക നോക്കിയാൽ മനസ്സിലാവും. പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഇത് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. എന്നാൽ മോണിസ്റ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എ സിംഗിൾ പാർട്ടി ഓർ സെവറൽ എസെൻഷ്യലി ഈക്വൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് ഈക്വൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവിടെ ഏറ്റവും മെജോറിറ്റി ആയിട്ട് ഉണ്ടാവുക. ബയോളജിക്കൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എത്നിക്കലി ഹെട്രോജീനിയസ് ആണ്, വംശീയമായിട്ട് വൈവിധ്യമാർന്നാണ് ഇത് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി. എന്നാൽ മോണിസ്റ്റിക് സൊസൈറ്റി എത്നിക്കലി ഹോമോജീനിയസ് ആണ്, അതായത് അത് വംശീയമായിട്ടുള്ള ഏകജാതിയിൽ പെട്ടവരാണ്. ഇനി കൾച്ചറൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ കൾച്ചറൽ ഫ്രീഡം അനുഭവിക്കുന്നു. ദെൻ മോണിസ്റ്റിക് ഡോമിനൻ്റ് ഐഡിയോളജി, എന്നാൽ മോണിസ്റ്റിക്കിൽ ഐഡിയോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി എക്കണോമിക് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ മിക്സഡ് എക്കണോമിയാണ് ഏതിലുണ്ടാവുക, പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ഉണ്ടാവുക. എന്നാൽ സിംഗിൾ എക്കണോമിക് സിസ്റ്റമാണ് ഏതിലുണ്ടാവുക, മോണിസ്റ്റിക് സൊസൈറ്റിയിൽ ഉണ്ടാവുക. ഒരു ഏകീകൃത സമൂഹം എന്നത് ഒരു ഏകീകൃത പ്രത്യയശാസ്ത്രത്താൽ ഭരിക്കപ്പെടുന്നതാണ്. അതായത് എല്ലാ അർത്ഥത്തിലും ഏകീകൃതമായിട്ടുള്ള ഒരു ഭാവം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് ഒരു മോണിസ്റ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. On the political front, India has a multi-party system where national political parties along with regional political parties play a continuously crucial role. Even only locally relevant parties are in power in certain parts of our country. ജൈവികവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ അർത്ഥത്തിലും വൈവിധ്യത്തെ സഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ വൈവിധ്യത്തെ ഉൾക്കൊള്ളുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്ത്, ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ദേശീയ രാഷ്ട്രീയ പാർട്ടികളും കളിക്കുന്ന ഒരു മൾട്ടി പാർട്ടി സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അതായത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും ഒരു മുന്നണി പാർട്ടിയും ദേശീയ പാർട്ടികളും അടങ്ങുന്ന മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. പ്രാദേശികമായി പ്രസക്തമായ പാർട്ടികൾ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അധികാരം പുലർത്തുന്നുണ്ട്. ഇന്ത്യ നിരവധി വംശങ്ങളുടെ സംഗമഭൂമിയാണ്. വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും വംശീയ വൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ആധുനികതയുടെ ആവിർഭാവത്തോടു കൂടി അനിവാര്യമായ സാമൂഹിക മത്സരങ്ങൾ ഉണ്ടായെങ്കിലും അവയുടെ സാംസ്കാരിക സ്വത്വത്തിൻ്റെ കാതലായ വശങ്ങൾ ഇന്നും നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നുണ്ട്. ഒരു വശത്ത് സാമൂഹികമായ മത്സരങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം പൂർണ്ണമായും നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ പൊതു സ്വകാര്യ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ളതാണ്. സുപ്രധാനമായ മേഖലകൾ വൻതോതിൽ പൊതു ധനസഹായം നൽകുന്നതുകൊണ്ട് അന്നത്തെ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് നിലനിൽക്കുന്നത്. ജനങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് ഇത്തരം സംരംഭങ്ങൾ അനിവാര്യമായതുകൊണ്ട് സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തങ്ങൾ ഒരുമിച്ചടങ്ങിയ ഇന്ത്യയിലെ നിക്ഷേപത്തിൻ്റെ മാതൃക, അതായത് PPP മോഡൽ എന്ന ഈ ഒരു മാതൃക, ഇന്ത്യയിലെ നിക്ഷേപ മാതൃക ഇന്ത്യയിൽ വിജയിച്ച മാതൃകയാണ്. Now let's discuss the origin and development of plural in ancient India. പുരാതന ഇന്ത്യയിൽ ബഹുസ്വരത വളർന്നു വന്നത് എങ്ങനെയെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. മൾട്ടി കൾച്ചറലിസം ഇൻ ദ ഫോർമേഷൻ ഓഫ് ഏർലി ഇന്ത്യ. അതായത് ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മൾട്ടി കൾച്ചറലിസം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. വൈദിക സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങൾ വലിയ വൈദിക സാഹിത്യത്തിൽ നിന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇൻഡോ ഗംഗാ വിഭജനം, മുകളിലെ ഗംഗാ താഴ്വര, ഗംഗാ യമുന ദ്വാബ്
എന്നിവിടങ്ങളിൽ നിന്ന് പെയിന്റ് ചെയ്ത ഗ്രേ വെയറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വൈദിക സാഹിത്യത്തിലെ പ്രത്യേകിച്ച് പിൽക്കാല വേദ ഗ്രന്ഥങ്ങളിലെ സാഹിത്യ വിവരങ്ങൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വിവിധ കൾച്ചർ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഋഗ്വേദ യുഗത്തിൽ, ഋഗ്വേദ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1500 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ്. ലേറ്റർ വേദിക് ഏജ് എന്ന് പറഞ്ഞാൽ 1000 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ്. 1000 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ മാത്രമല്ല, മുഴുവൻ ഇൻഡോ യൂറോപ്യൻ സാഹിത്യത്തിലെയും ഏറ്റവും പഴയ സാഹിത്യമായിരുന്നു ഋഗ്വേദം എന്ന് പറഞ്ഞാൽ. ലളിതമായ ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സജ്ജീകരണത്തെക്കുറിച്ചും മതപരമായ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഋഗ്വേദം എന്ന് പറഞ്ഞാൽ. ലളിതമായ ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സജ്ജീകരണത്തെക്കുറിച്ചും മതപരമായ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്നു. കന്നുകാലി പരിപാലനവും പ്രാരംഭ കൃഷിയും ഒരു രാഷ്ട്രീയ സജ്ജീകരണവുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ തലവന്മാരുടെ, അതായത് രാജ, വിസ്പതി, ഗോപതി എന്നീ തലവന്മാരുടെ നേതൃത്വം നൽകുന്ന കുലസംഘടനകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ വിവിധ സംസ്കാരങ്ങളുടെ സംഗമത്തെ കാണിക്കുന്നതാണ്. ലേറ്റർ വേദിക് കാലഘട്ടത്തിലെ സോണിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. വൈദിക സാഹിത്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് നമുക്കറിയാവുന്നതാണ് പിൽക്കാല വേദസാഹിത്യങ്ങൾ. ഈ വേദകാലങ്ങളിൽ വൈദിക സംസ്കാരം പഞ്ചാബ് പ്രദേശം മുതൽ തെക്ക് കിഴക്ക് ഗംഗാ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ഒരു ഉദാസീനമായ കാർഷിക സമൂഹത്തിൻ്റെ വളർച്ച, ചാതുർവർണ്ണ സമൂഹത്തിൻ്റെ ഉത്ഭവം, അതായത് വിവിധ വർണ്ണങ്ങൾ തമ്മിലുള്ള ജാതി വർണ്ണ വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള കഠിനമായിട്ടുള്ള നിയമങ്ങൾ, ബ്രാഹ്മണ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ സങ്കീർണവും വിപുലവുമായിട്ടുള്ള യാഗങ്ങളുടെ തുടക്കം, ക്ഷത്രിയ എന്ന ഭരണവർഗത്തിൻ്റെ ക്രമേണയുള്ള ആവിർഭാവം, ഇവയൊക്കെ ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മാറ്റങ്ങൾ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, മതപരമായ അവസ്ഥകളിൽ ആ കാലഘട്ടം അഭിമുഖീകരിച്ചിരുന്ന വ്യത്യാസങ്ങളെ കാണിക്കുന്നതാണ്. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം വേദപാഠം എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പവിത്രമായ അറിവ് എന്നുള്ളതാണ്. വേദസാഹിത്യത്തിൻ്റെ കോർപ്പസിൽ, അല്ലെങ്കിൽ വേദസാഹിത്യത്തിൻ്റെ പരിധിയിൽ 2 വിഭാഗത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇവയാണ് മന്ത്രവും ബ്രാഹ്മണവും. മന്ത്രവിഭാഗം വൈദിക ഗ്രന്ഥങ്ങളുടെ കാതൽ രൂപപ്പെടുത്തുന്നു. കൂടാതെ 4 വ്യത്യാസങ്ങളുണ്ട്. ഇവയാണ് ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവ. മന്ത്രങ്ങളുടെ വിശദീകരണവും യാഗാനുഷ്ഠാനങ്ങളും അടങ്ങിയിരിക്കുന്ന ഗദ്യഗ്രന്ഥങ്ങളെയാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയാം. 4 വേദങ്ങളും അവയുടെ ബ്രാഹ്മണങ്ങളും ശ്രുതി അല്ലെങ്കിൽ കേൾക്കൽ എന്നറിയപ്പെടുന്നുണ്ട്. അത് ഋഷിമാർ നേരിട്ട് കേട്ടതാണ്. ആരണ്യങ്ങളും, അതായത് ആരണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വനഗ്രന്ഥങ്ങളാണ്. ഇവയും ഉപനിഷത്തുകൾ അരികിലിരിക്കുന്നത്, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അരികിലിരിക്കുന്നതാണ് അർത്ഥം. അതായത് ഗുരുവിൻ്റെ അരികിൽ നിന്ന് കേട്ട കാര്യങ്ങൾ, ഇവയൊക്കെ തന്നെ ബ്രാഹ്മണങ്ങളുടെ അനുബന്ധങ്ങളായിട്ട് ചേർത്തവയാണ്. ഇവ വേദാന്തം അല്ലെങ്കിൽ വേദത്തിൻ്റെ അവസാനം എന്നറിയപ്പെടുന്നുണ്ട്. കൂടാതെ തത്വചിന്താപരമായിട്ടുള്ള ചർച്ചകൾ ഇതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത്തരം വേദാന്തത്തിൽ അല്ലെങ്കിൽ വേദത്തിൻ്റെ അന്ത്യഭാഗത്ത് ധാരാളം തത്വചിന്താപരമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇനി എന്താണ് വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ? വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. വസുദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. കുടുംബകം എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാൽ, അതായത് ഇതൊരു സംസ്കൃത പദമാണ്. ഇതിൻ്റെ അർത്ഥം ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വേദ ഋഷിമാർ പറയുന്നത് ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ ഒരു കുടുംബമാണെന്നാണ്. ഒരു ചെറിയ ഇറുകിയ അണുകുടുംബം പോലെയാണ് ലോകത്തെ അവർ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഉൽപ്പത്തി ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണെന്നും ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണെന്നും വസുദൈവ കുടുംബം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാവരും സമന്മാരാണ്, എല്ലാവരെയും ഒരുപോലെ കാണണമെന്നുള്ളൊരു ആശയം കൂടി ഇതിൽ പറയുന്നുണ്ട്. ഇവൻ എൻ്റേതാണ്, ഇയാളല്ല എന്നുള്ള വേർതിരിവ് ഇടുങ്ങിയ ചിന്താഗതിക്കാരിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുക. കുലീനമായ പെരുമാറ്റമുള്ളവർക്ക് ലോകം മുഴുവൻ ഒരു കുടുംബമാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിയും.
അപ്പോൾ എൻ്റെ ഞാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇടുങ്ങിയ ചിന്താഗതിക്കാർക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കാം ആർക്കുണ്ടാവുക, ഈ വസുദൈവ കുടുംബകം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ചിന്തിക്കുന്നവർക്ക് ഉണ്ടാവുക. കുടുംബം തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം ഉപനിഷത്ത് പറയുന്ന പശ്ചാത്തലത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ലോകത്തിൻ്റെ ബഹുസ്വരതയെ മറികടന്ന് സത്യം മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ്റെ ഗുണത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. ഉപനിഷത്ത് മന്ത്രം ഭൗമരാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക പ്രസ്താവനയല്ല, ഇതൊരു വസ്തുതയാണ്. അതായത് ഒരു ഭൂമിയുടെ പരിധിയോ അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ പരിധിയോ മനുഷ്യരുടെ ഭാഷകളുടെ പരിധിയോ ഒന്നുമില്ലാതെ ലോകം മുഴുവൻ ഒരു ബഹുസ്വര സമൂഹമാണെന്നുള്ള കൺസെപ്റ്റാണ് ഈ ഒരു ഉപനിഷത്തിൽ പറയുന്നത്. അത് ടെക്സ്റ്റൽ റെഫറൻസസ് ടു പ്ലൂറാലിറ്റി, അതായത് ബഹുസ്വരതയെക്കുറിച്ചുള്ള വിവിധ ടെക്സ്റ്റുകളിൽ നിന്നുള്ള റെഫറൻസുകളാണ് നമുക്കിനി പറയാനുള്ളത്. തമിഴ് പോയം പുറനാനൂറ്, അതായത് വസുദൈവ കുടുംബം എന്നുള്ള കൺസെപ്റ്റ് തമിഴ് പോയറ്റ്സും അവരുടെ കവിതകളിൽ പറയുന്നുണ്ട്. അതായത് ഓരോ സ്ഥലവും എൻ്റെ ജന്മനാടാണ്, എൻ്റെ ബന്ധുക്കളാണ് അവിടെയുള്ളവരെല്ലാവരും എന്ന് പറയുന്നുണ്ട്. ഈശ്വവാസ്യ ഉപനിഷത്ത് എന്താ പറയുന്നത്? എല്ലാ ജീവജാലങ്ങളെയും പരമാത്മാവായിട്ട് കാണണം. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും അവൻ സ്വയം നിന്ദിക്കുന്നില്ല. അതായത് ഒരു ജീവജാലത്തെയും നിന്ദിക്കാനോ പരിഹസിക്കാനോ കഴിയില്ല. അപ്പം എല്ലാ ജീവജാലങ്ങളെയും ആത്മാവിൻ്റെ മാത്രമായിട്ട് ഗ്രഹിക്കുന്നവര് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് ആ ധാരണയുടെ പേരിൽ അവരോട് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഉണ്ടായിരിക്കില്ല. അതിനർത്ഥം അവൻ എല്ലാവരെയും തന്നെ പോലെയാണ് കാണുന്നതെന്നാണ്. അതാണ് ഏകത്വത്തിൻ്റെ ഒരു ഉന്നത പദവി എന്ന് പറഞ്ഞാൽ. വേർതിരിവുകളില്ല, സമ്പൂർണ്ണ ഐക്യം, ഒരു യൂണിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും അടങ്ങിയതാണ്. അവിടെ വെറുക്കപ്പെടലില്ല. അപ്പം കാരണം വെറുക്കപ്പെടാൻ തന്നിൽ നിന്ന് വേറിട്ട് ഒന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. അതായത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണ വളർന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒന്നാണെന്നുള്ളൊരു കൺസെപ്റ്റ് വളർന്നു വരുന്നു. ഇപ്പോൾ ലോകത്തെ സമൂഹങ്ങൾക്കിടയിൽ സമാധാനവും സൗഹാർദ്ദവും മാത്രമല്ല, ലോകം മുഴുവൻ ഒരു കുടുംബം പോലെ ജീവിക്കേണ്ട ഒരു സത്യത്തെക്കുറിച്ചാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറഞ്ഞത് അതനുസരിച്ച് ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാനും ശ്രമിച്ചാൽ നമുക്ക് ഈ ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റാൻ കഴിയും. എല്ലാ ജീവജാലങ്ങളും വംശനാശം സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടും. നമ്മുടെ ഒരു ചെറിയ അംഗത്തെ ദ്രോഹിക്കാതെ മറ്റൊരു മനുഷ്യനെയോ മറ്റേതെങ്കിലും ജീവിയെയോ ഉപദ്രവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വംശനാശങ്ങളെ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. ഇനി എന്താണ് തത്വമസി എന്ന് പറഞ്ഞാൽ? ചന്ദ്രോക്യ ഉപനിഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ തത്വമസി എന്ന് ആവർത്തിക്കുന്നുണ്ട്. അതിൽ ആചാര്യനായിട്ടുള്ള ഉദ്ദാലക അരുണി തൻ്റെ പുത്രനെ ബ്രഹ്മസ്വഭാവം പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദുമതത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളിലൊന്നായിട്ടുള്ള സാമവേദത്തിൽ ഉൾച്ചേർത്ത സംസ്കൃത പാഠമാണ് ചന്ദ്രോക്യ ഉപനിഷത്ത്. ഹിന്ദു തത്വചിന്തയുടെ അദ്വൈത വേദാന്ത ശാഖയുടെ അടിത്തറയായിട്ട് ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും സങ്കല്പത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പാരമ്പര്യങ്ങൾക്കിടയിൽ നേരിട്ടുള്ള വിവർത്തനം വ്യത്യസ്തമാണെങ്കിലും ഒരു ഉന്നത വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഇതിനെ പൊതുവായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ അതാണ് എന്ന വിവർത്തനം 8-ാം നൂറ്റാണ്ടിലെ ഒരു ഇന്ത്യൻ തത്വചിന്തകനായിട്ടുള്ള ആദിശങ്കരന് നൽകിയതാണ്. അദ്ദേഹം തൻ്റെ അദ്വൈത വേദാന്ത സിദ്ധാന്തത്തെ ഈ വാക്യത്തിന് ചുറ്റുമായിട്ടാണ് കേന്ദ്രീകരിക്കുന്നത്. അദ്വൈത തത്വചിന്തയുടെ ഒരു കേന്ദ്ര പ്രമേയത്തെ പ്രതിനിധീകരിക്കുന്ന തത്വമസി ദൈവത്തിൻ്റെയും സാർവത്രിക ബോധത്തിൻ്റെയും സ്ഥൂല പ്രപഞ്ചമായ ആശയങ്ങളെ ആത്മത്തിൻ്റെ സൂക്ഷ്മ പ്രപഞ്ചമായ വ്യക്തിഗത ആവിഷ്കാരങ്ങളുമായിട്ട് സംയോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും സാർവത്രിക ഊർജവുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണെന്നും അതിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയില്ലെന്നും ഈ മന്ത്രം എടുത്തു പറയുന്നുണ്ട്. തത്വമസി എന്ന് പറയുന്നത് ബ്രഹ്മവും ആത്മാവും ഒന്നാണെന്നും അഹങ്കാരമോ വേർപിരിയൽ ബോധമോ ഉണ്ടാകില്ലെന്നും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ബുദ്ധിസത്തെക്കുറിച്ചാണ് നോക്കാനുള്ളത്. ബുദ്ധമതത്തിന്റെ സ്ഥാപകനാണ് ആര്? ഗൗതമൻ അല്ലേ? അദ്ദേഹം സിദ്ധാർത്ഥനാണ്. അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥൻ. 563 BC കപിലവസ്തുവിലെ ലുംബിനി ഗ്രാമത്തിൽ, ഇപ്പോഴത്തെ നേപ്പാളിലാണ് ഈ ഒരു പ്രദേശമുള്ളത്.
ശാക്യ റിപ്പബ്ലിക്കൻ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ശാക്യ എന്ന് പറഞ്ഞ ഒരു ക്ഷത്രിയ വംശത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അശോകന്റെ പ്രശസ്തമായ റമിൻ്റെ സ്തംഭത്താൽ, റമിൻ്റെ എന്ന് പറഞ്ഞ ഒരു സ്തംഭത്താൽ അടയാളപ്പെടുത്തിയ സ്ഥലമാണ്. ഗൗതമന്റെ അമ്മ പ്രസവത്തിൽ തന്നെ മരിച്ചു. അതുകൊണ്ട് തന്നെ അമ്മായിയും രണ്ടാനമ്മയുമായിട്ടുള്ള പ്രജാപതി ഗൗതമിയാണ് അദ്ദേഹത്തെ വളർത്തിയിരുന്നത്. ഒരു വൃദ്ധനും ഒരു രോഗിയും ഒരു മൃതശരീരവും ഒരു തപസ് ചെയ്യുന്നവനും അദ്ദേഹം കാണാനിടയായി. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലോകത്തോടുള്ള കടുത്ത വിദ്വേഷത്തെ അദ്ദേഹത്തിന് ഈ ലോകത്തോടുള്ള കടുത്ത വിദ്വേഷം ഉണ്ടാകാനും ലൗകിക സുഖങ്ങളുടെ പൊള്ളത്തരങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകുകയും ചെയ്തു. മകന്റെ ജനനത്തിന് ശേഷം 29-ാം വയസ്സിൽ അദ്ദേഹം സത്യാന്വേഷകനായിട്ട് വീട് വിട്ടിറങ്ങി. മഹാബിനിഷ്ക്രമണം അഥവാ മഹാപരിത്യാഗം അല്ലെങ്കിൽ ഗ്രേറ്റ് റിനൗൺസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് 6 വർഷം അദ്ദേഹം ഭവനരഹിതനായിട്ട് സന്യാസിയായിട്ട് ജീവിച്ചു. 2 ബ്രാഹ്മണ മത ആചാര്യന്മാരുടെ കീഴിൽ അദ്ദേഹം ഉപദേശം തേടി. ആദ്യത്തേത് വൈശാലിയിൽ ധ്യാനത്തിൻ്റെ വിദ്യ പഠിപ്പിച്ച അലര കലാമയായിരുന്നു. രണ്ടാമത്തേത് രാജഗൃഹത്തിൽ പഠിപ്പിച്ച ഉദ്ദക അല്ലെങ്കിൽ രാമപുട്ട ആയിരുന്നു. അദ്ദേഹം നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്നൊന്നും അദ്ദേഹം കുറേ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടിയില്ല. കഠിനമായ തപസ്സുകളെല്ലാം നടത്തി. സത്യം കണ്ടെത്താനുള്ള നിഷ്ഫലമായ ശ്രമങ്ങളായിരുന്നു അതെല്ലാം. തുടർന്ന് അദ്ദേഹം തപസ്സുകൾ ഉപേക്ഷിച്ച് നിരഞ്ജന നദിയിൽ കുളിച്ച് ബോധ്ഗയയിലെ ഒരു പൈപ്പൽ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. അവിടെ 35-ാം വയസ്സിൽ അദ്ദേഹം പരമമായ അറിവും ഉൾക്കാഴ്ചയും നേടി. മഹത്തായ സമാധാനം സ്വന്തം ഹൃദയത്തിലുണ്ടെന്നും അവനത് അവിടെ അന്വേഷിക്കണമെന്നും വെളിപാട് വന്നു. ഇതിനെയാണ് ജ്ഞാനോദയം അഥവാ നിർവ്വാണം എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ബുദ്ധൻ അഥവാ പ്രബുദ്ധൻ അല്ലെങ്കിൽ തഥാഗത സത്യം നേടിയവൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തുടർന്ന് അദ്ദേഹം ബനാറസിന് സമീപമുള്ള സാരനാഥിനടുത്തുള്ള മാൻ പാർക്കിലേക്കും പോയി. അവിടെ അദ്ദേഹം തന്റെ ആദ്യത്തെ മതപ്രഭാഷണം ധർമ്മചക്ര പ്രവർത്തനം നടത്തി. അതിന്റെ ഫലമായിട്ട് 5 ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അടുത്ത 45 വർഷക്കാലം പ്രസംഗിച്ച ശേഷം 483 BC അദ്ദേഹം അന്തരിച്ചു. UP-യിലെ കുശിനഗറിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഉദ്ദേശിച്ചത് ഒരു കൂട്ടം സിദ്ധാന്തങ്ങളോ പിടിവാശികളോ നിർബന്ധങ്ങളോ ആയിരുന്നില്ല, മറിച്ച് ആത്മീയ വികസനത്തിന്റെ യുക്തിസഹമായ പദ്ധതികളെ കുറിച്ചായിരുന്നു അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. വേദങ്ങളുടെ അപ്രമാദിത്വത്തെ അദ്ദേഹം നിരാകരിച്ചു. രക്തരൂഷിതമായിട്ടുള്ള മൃഗബലിയെ അദ്ദേഹം അപലപിച്ചു. സങ്കീർണവും വിപുലവുമായിട്ടുള്ള അർത്ഥശൂന്യവുമായിട്ടുള്ള ആചാരങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചു. ജാതി വ്യവസ്ഥയെയും പുരോഹിത മേധാവിത്വത്തെയും അദ്ദേഹം വെല്ലുവിളിച്ചു. ദൈവത്തോടുള്ള അജ്ഞത എന്ന മനോഭാവത്തെ അദ്ദേഹം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ദൈവത്തോടുള്ള അജ്ഞത എന്നൊരു മനോഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതായത് ദൈവം ഇല്ല, ദൈവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. ഹിസ് 4 നോബൽ ട്രൂത്ത്സ്, ചാത്വരി, ആര്യ, സദ്യാനി, അതായത് അദ്ദേഹത്തിൻ്റെ 4 ആര്യ സത്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോസ്, ദുഃഖ, അതായത് ലോകം ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. ദ കോസ് ഓഫ് സോറോസ് ഈസ് ഡിസയർ, തൃഷ്ണ. ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ആഗ്രഹങ്ങളാണ്. ഈഫ് ഡിസയർ ആസ് കോൺഗേർഡ് ഓൾ സോറോസ് ക്യാൻ ബി റിമൂവ്ഡ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ദുഃഖം ഇല്ലാതാക്കാൻ പറ്റും. ദ ഓൺലി വേ ദിസ് ക്യാൻ ബി ഡൺ ബൈ ഫോളോയിങ് ദ 8 ഫോൾഡ് പാത്ത്. അതായത് ഈ ഒരു ആഗ്രഹങ്ങളെ ജയിച്ചാൽ ദുഃഖം ഇല്ലാതാക്കാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അഷ്ടാംഗപാതയിലൂടെ മാത്രമേ ഈ ഒരു ആഗ്രഹങ്ങളെ ജയിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി എന്താണ് അഷ്ടാംഗപാത എന്ന് പറഞ്ഞാൽ, അഷ്ടാംഗമാർഗം എന്ന് പറഞ്ഞാൽ? ഈ 8 മടങ്ങ് പാത അല്ലെങ്കിൽ 8 ഫോൾഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ശരിയായ ദർശനം, ശരിയായ ലക്ഷ്യം, ശരിയായ സംസാരം, ശരിയായ പ്രവർത്തനം, ശരിയായ ഉപജീവന മാർഗം, ശരിയായ ശ്രമം, ശരിയായ അവബോധം, ധ്യാനം, ഇവയൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ ബുദ്ധൻ്റെ ഈ തരത്തിലുള്ള ടീച്ചിങ്സ് അനുസരിച്ച് ഈ ഒരു പാത പിന്തുടരുന്ന ഏതൊരാളും, മധ്യപാത അഥവാ മധ്യമ പ്രതിപാത പിന്തുടരുന്ന ഏതൊരാളും
ഈ ഒരു പാത പിന്തുടരുന്ന ഏതൊരാളെയും മധ്യപാത പിന്തുടരുന്ന ആളെ അല്ലെങ്കിൽ മധ്യമ പ്രതിപാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവൻ്റെ സാമൂഹിക പശ്ചാത്തലം പരിഗണിക്കാതെ തന്നെ അവൻ എന്ത് ചെയ്യും? മോക്ഷം ലഭിക്കും. അവൻ ഏത് ജാതിയെന്നോ ഏതൊരു വിഭാഗത്തിലെന്നോ ഒന്നും പരിഗണിക്കാതെ ഈ ഒരു മധ്യമ മാർഗം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും മോക്ഷം ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നിർദ്ദേശിച്ച പുണ്യമാർഗം യുക്തിസഹമായ കാഴ്ചപ്പാടുള്ള പ്രായോഗിക നൈതികതയുടെ ഒരു കോഡാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധമതം മതവിപ്ലവത്തേക്കാൾ പ്രാധാന്യം നൽകിയത് സാമൂഹികതയ്ക്കായിരുന്നു. അത് പ്രായോഗികമായുള്ള നൈതികത അല്ലെങ്കിൽ എത്തിക്സ്, ധർമ്മങ്ങൾ, അവയുടെ കോഡ് പഠിപ്പിക്കുകയും സാമൂഹിക സമത്വത്തിൻ്റെ ഒരു ജനാധിപത്യ തത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നിർവ്വാണം എന്നാൽ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും അസ്തിത്വത്തിനായുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ തൃഷ്ണ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുറത്ത് കളയുക എന്നതാണ്. ഇത് കേവലമായ അപ്രത്യക്ഷമോ വംശനാശമോ അല്ല, മറിച്ച് എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും സുഖലോലുപതയിൽ നിന്നും സ്വതന്ത്രമായ ഒരു വ്യക്തിയുടെ അവസ്ഥ. ഇത് ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് പുനർജന്മത്തിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബുദ്ധൻ വളരെയധികം ഊന്നൽ നൽകിയ മറ്റൊരു സിദ്ധാന്തമാണ് കർമ്മ സിദ്ധാന്തം. നിയമവും അതിൻ്റെ പ്രവർത്തനവും ആത്മാവിൻ്റെ കൈമാറ്റവുമാണ് ഇതിൽ പറയുന്നത്. ഇഹത്തിലും അടുത്ത ജീവിതത്തിലും മനുഷ്യൻ്റെ അവസ്ഥ അവൻ്റെ സ്വന്തം കർമ്മങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാം വീണ്ടും വീണ്ടും ജനിക്കുന്നത് നമ്മുടെ കർമ്മഫലം കൊയ്യാനാണ്. ഇതാണ് കർമ്മ നിയമം എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തി ഇനി പാപം ചെയ്യുന്നില്ലെങ്കിൽ അവൻ ഇനി മരിക്കുകയില്ല. അവൻ മരിക്കുമ്പോൾ ഇനി മരിക്കുകയല്ല ചെയ്യുന്നത്, അവൻ എന്ത് ചെയ്യാണ്? നിർവ്വാണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ഇനി ജനിക്കുന്നുമില്ല. അങ്ങനെ അവൻ അന്തിമ ആനന്ദത്തിൻ്റെ ഒരു സുഖം അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്നു. അതിലൂടെ ജീവിതം നയിക്കാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ഇനി എന്താണ് ജൈനിസത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് നോക്കാം. BC 6-ാം നൂറ്റാണ്ടിൽ മഹാവീരൻ എന്നറിയപ്പെട്ട വർദ്ധമാനന്റെ ജനനത്തിന് മുമ്പ് തന്നെ ഉത്തരേന്ത്യയിലെ ജൈനരുടെ അടിസ്ഥാന തത്വശാസ്ത്രം നിലവിലുണ്ടായിരുന്നു. ജൈന പാരമ്പര്യമനുസരിച്ച് മഹാവീരന് മുമ്പ് 23 അധ്യാപകരും അല്ലെങ്കിൽ തീർത്ഥങ്കരന്മാരും നിലനിന്നിട്ടുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അസ്തിത്വത്തിൻ്റെ ഇവരെ സ്ഥിരമായ അസ്തിത്വത്തിന് വേണ്ടി പുരുഷന്മാരെയും സ്ത്രീകളെയും നയിക്കുന്നവരെന്ന അർത്ഥത്തിലാണ് ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ളത്. ജൈന മതത്തിലെ 24ാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. BC 599 വൈശാലിയുടെ, അതായത് ആധുനിക ബീഹാറിലെ മുസാഫർപൂരിലെ ഒരു ജില്ലയാണ് വൈശാലി. വൈശാലിയുടെ കുന്തല ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആധുനിക ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. മഹാവീരന് ഒരു ഗൃഹനാഥന്റെ ജീവിതം നയിച്ചു. പിതാവിൻ്റെ മരണശേഷം സത്യാന്വേഷണത്തിനായിട്ട് 30-ാം വയസ്സിൽ അദ്ദേഹം ഐഹിക ജീവിതം ഉപേക്ഷിച്ചു. 12 വർഷത്തോളം അദ്ദേഹം ഓരോ സ്ഥലത്തും അലഞ്ഞു നടന്നു. 12 വർഷത്തോളം അദ്ദേഹം ഓരോ സ്ഥലത്തും അലഞ്ഞു നടന്നു. ഒരു ഗ്രാമത്തിൽ ഒരു ദിവസത്തിൽ കൂടുതലും ഒരു പട്ടണത്തിൽ 5 ദിവസത്തിൽ കൂടുതലും താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. വസ്ത്രം ഉപേക്ഷിച്ച ശേഷം 12 വർഷം അദ്ദേഹം തപസ് ചെയ്തു. 12 വർഷത്തെ നിരന്തരമായ തപസ്സിന് ശേഷം വൈശാഖത്തിൻ്റെ 10-ാം നാളിൽ ജിംബിഗ്രാമ പട്ടണത്തിന് പുറത്ത് 42-ാം വയസ്സിൽ ഋജുബാലിക നദിക്കരയിലുള്ള ഒരു സാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ധ്യാനനിരതനായി. ഇതോടുകൂടി അദ്ദേഹം തികഞ്ഞ അറിവ് നേടി. ഇതിനാണ് കൈവല്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ജൈന മതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ, ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം. ത്രിരത്ന എന്ന് പറഞ്ഞാൽ മഹാവീരൻ ശുദ്ധവും കഠിനവുമായ ജീവിത രീതിയിൽ വലിയ ഊന്നൽ നൽകിയ ഒരു വ്യക്തിയായിരുന്നു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പെരുമാറ്റം എന്നിങ്ങനെ ശുദ്ധവും കഠിനവുമായ ജീവിതം നയിക്കുന്നതിന് അദ്ദേഹം 3 വഴികൾ നിർദ്ദേശിച്ചു. ഈ ത്രിതല പാതയെ ത്രിരത്നം അഥവാ 3 ആഭരണങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ത്രിതല പാത പിന്തുടരുന്നതിലൂടെ ഒരു മനുഷ്യന് സിദ്ധശില, അതായത് കർമ്മത്തിൽ നിന്നും ഉള്ള മോചനം, പാപങ്ങളിൽ നിന്നുള്ള മോചനം നേടാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 5 വ്രതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തി ആയതുകൊണ്ട് എല്ലാതരം ദുഷ്കർമ്മങ്ങളും കർമ്മങ്ങളും
എല്ലാത്തരം ദുഷ്കർമ്മങ്ങൾ ഒഴിവാക്കണം. ഒരു വീട്ടുടമസ്ഥനും സന്യാസിക്കും മഹാവീരൻ ചില ധാർമ്മികമായ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അക്കോർഡിംഗ്ലി വൺ ഹാസ് ടു ടേക്ക് 5 vows namely. ഏതൊക്കെയാണ് 5 പ്രതിജ്ഞകൾ എന്ന് പറഞ്ഞാൽ? അഹിംസ, നോൺ ഇഞ്ചുറി; സത്യ, സ്പീക്കിംഗ് ട്രൂത്ത്; അസ്തേയ, നോൺ സ്റ്റീലിംഗ്; അപരിഗ്രഹ, നോൺ പൊസഷൻ; ബ്രഹ്മചര്യ, നോൺ അഡൾട്ടറി. അതായത് അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനെയും കൊല്ലില്ല. സത്യ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ട്രൂത്ത്, സത്യം മാത്രം സംസാരിക്കുക. അസ്തേയ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റീലിംഗ്, എന്ത് ചെയ്യുക? കക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി വരുന്നത് എന്താണ്? അപരിഗ്രഹ, നോൺ പൊസഷൻ, ഒന്നും കൈവശം വെക്കാതിരിക്കുക. ദെൻ ബ്രഹ്മചര്യം, വിവാഹം കഴിക്കാതിരിക്കുക. The fifth doctrine was added by Mahavira to the first 4 doctrines preached by Parshva. അതായത് മഹാവീരൻ 24ാമത്തെ തീർത്ഥങ്കരനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 23ാമത്തെ തീർത്ഥങ്കരനായിരുന്നു പാർശ്വനാഥൻ. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള 4 പ്രതിജ്ഞകളിലേക്ക് ബ്രഹ്മചര്യ മഹാവീരൻ ആഡ് ചെയ്ത് വെച്ചതാണ്. ഇനി എന്താണ് മോക്ഷ അല്ലെങ്കിൽ അറ്റൈൻമെന്റ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ? മഹാവീരന്റെ അധ്യാപനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷം നേടുക അല്ലെങ്കിൽ ഭൗമിക ബന്ധത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ജൈനമതം അനുസരിച്ച് മനുഷ്യന്റെ വ്യക്തിത്വം ഭൗതികവും ആത്മീയവുമായുള്ള സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ആദ്യത്തേത് നശിക്കുന്നതാണ്, രണ്ടാമത്തേത് ശാശ്വതവും പരിണാമപരവുമാണ്. കർമ്മം മൂലം ആത്മാവ് ബന്ധനാവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അനേകം ജന്മങ്ങളിലൂടെ സമാഹരിച്ച അഭിനിവേശങ്ങളുമാണ് ഈ ഒരു കർമ്മം മൂലമുള്ള ആത്മാവിനെ ബന്ധനാവസ്ഥയിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. കർമ്മശക്തികളുടെ ശിഥിലീകരണത്തിലൂടെയാണ് ആത്മാവിൻ്റെ മോചനം സാധ്യമാകുക. തപസ്, ധ്യാനം, കഠിനമായിട്ടുള്ള ത്യാഗങ്ങൾ, ഇവയിലൂടെ പുതിയ കർമ്മങ്ങൾ രൂപപ്പെടുകയും ഇതിനകം നിക്ഷേപിച്ച മോശമായ കർമ്മങ്ങളെ ഇളകിപ്പോവുകയും ആത്മാവിൻ്റെ മോചനം സാധ്യമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ബുദ്ധമതവും ജൈനവും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ബുദ്ധിസം എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ തത്വം നമ്മൾ എന്താ പറഞ്ഞത്? ബുദ്ധമതത്തിൻ്റെ പ്രധാന വിശ്വാസങ്ങളിൽ ഒന്നാണ് ഇത് പുനർജന്മം. നിർവ്വാണം അഥവാ ജ്ഞാനോദയം നേടിയാൽ മാത്രമേ അനന്തമായ ജന്മത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രം തകർക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. വിമോചനം നേടുന്നതുവരെ നല്ലതോ ചീത്തതോ ആയിട്ടുള്ള പ്രവർത്തികൾ മൂലം പുനർജന്മങ്ങളുടെയും മരണങ്ങളുടെയും ഒരു വൃത്തം തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് ആര് വിശ്വസിക്കുന്നു? ജൈനമത വിശ്വാസികൾ വിശ്വസിക്കുന്നു. ബുദ്ധൻ്റെ തിരുവെഴുത്തുകളിൽ ത്രിപീഠക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് 3 വിഭാഗങ്ങളുണ്ട്. ബുദ്ധൻ്റെ തിരുവെഴുത്തുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ത്രിപീഠക എന്ന് പറയപ്പെടുന്നു. ഇതിൽ 3 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഗ്രന്ഥമാണ്. ഇതിൽ അച്ചടക്കം, അധ്യാപനം, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള രക്ഷപ്പെടൽ, അതായത് ആഗ്രഹങ്ങളുടെ അവസാനം, 4 ഉത്തമ സത്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ അഷ്ടാംഗ മാർഗങ്ങളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കഷ്ടപ്പാടുകളിൽ നിന്ന്, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അഷ്ടാംഗ മാർഗങ്ങളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും 4 ശ്രേഷ്ഠ സത്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ അഗമാസിൽ എന്താണ്? അഹിംസ, മറ്റു വിഭാഗങ്ങളോടുള്ള ബഹുമാനം, പൊതുവെ ആളുകളോടുള്ള ബഹുമാനം തുടങ്ങിയവയിലൂടെ ജനങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള നിലവാരം ഉയർത്തുക എന്നതായിരുന്നു അശോകൻ്റെ ധർമ്മനയത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ. വിശാലമായ ഒരു സാമ്രാജ്യത്തിൻ്റെ സമാധാനവും സൗഹാർദ്ദം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അശോകൻ കൊണ്ടുവന്ന ഒരു നയമായിരുന്നു ഈ ധർമ്മനയം. ജനങ്ങൾക്കിടയിൽ ആശയം പ്രചരിപ്പിക്കുന്നതിനുള്ള, ഭരണ സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നയം അശോകൻ കൊണ്ടുവന്നിരുന്നത്. ദ ഫോറിൻ പോളിസി ആഫ്റ്റർ കലിംഗ. അപ്പോൾ അദ്ദേഹം കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ഈ ഒരു യുദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയതോടുകൂടി, ക്ഷേമത്തിൻ്റെ മാർഗം സ്വീകരിച്ചതോടുകൂടി അദ്ദേഹം സമീപ പ്രദേശങ്ങളായിട്ടുള്ള ചോള, പാണ്ഡ്യ, സത്യപുത്ര, കേരളപുത്ര, സിലോൺ, മറ്റ് സിറിയ, വെസ്റ്റേഷ്യ തുടങ്ങിയുള്ള രാജാക്കന്മാരെ ഒന്നും ആക്രമിക്കാൻ പോയില്ല. ഈ അംത്യോക
യോനോ രാജ എന്ന് പറഞ്ഞ ഈ ഒരു രാജാവ് ആൻറ്റിയോക്കസ് സെക്കൻഡ് ആണെന്ന്, അതായത് സിറിയയിലെ രാജാവായ ആൻറ്റിയോക്കസ് സെക്കൻഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദിവ്യരാജ എന്ന കൺസെപ്റ്റിന് പകരമായിട്ട് ധർമ്മവിജയ എന്ന ഒരു കൺസെപ്റ്റിന് പ്രാധാന്യം കൈവന്നു. സിറിയയിലെ രാജാവായുള്ള അന്ത്യോക്കോസ് ഫസ്റ്റ് ഉൾപ്പെടെ ഹെലനിസ്റ്റിക് ശക്തികളുമായി അശോകൻ തൻ്റെ ധർമ്മനയപ്രകാരം സമ്പർക്കം പുലർത്തി. ടോളമി സെക്കൻഡ്, ഫിലാഡൽഫോസിലെ രാജാവായ ടോളമി, ഈജിപ്തിലെ രാജാവ്, അതുപോലെ തന്നെ വടക്കേ ആഫ്രിക്കയിലെ രാജാവ് സിറിയൻ രാജാവ്, വടക്കേ ആഫ്രിക്കയിലെ സിറിയൻ രാജാവ്, മാസിഡോണിയയിലെ രാജാവായ ആൻറ്റിഗോണസ് മാസിഡോണിയയിലെ രാജാവായിട്ടുള്ള അലക്സാണ്ടർ, ഇവരൊക്കെ ധർമ്മനയത്തിൻ്റെ ഭാഗമായിട്ട്, ധർമ്മത്തിൻ്റെ വികാസത്തിനായിട്ട് അശോകൻ ഈ രാജ്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അയൽക്കാരും ഈ പാഠം പഠിക്കണം. 13-ാം ശിലാശാസനത്തിൻ്റെ വാചകം ഇങ്ങനെ പറയുന്നു. അപ്പോൾ അശോകൻ പറയുന്നതനുസരിച്ച് എൻ്റെ അയൽക്കാരും ഈ പാഠം പഠിക്കണം, അതായത് ധർമ്മതത്വം പഠിക്കണമെന്ന് പറയുന്നുണ്ട്. 13-ാം ശിലാശാസനത്തിൻ്റെ വാചകം ഇങ്ങനെ പറയുന്നു: ഭക്തിയുടെ നിയമത്തിൻ്റെ കീഴടക്കൽ അവൻ്റെ വിശുദ്ധ മഹിമ നേടിയത് അവൻ്റെ അയൽക്കാർക്കിടയിൽ 600ഓളം ലീഗുകൾ ഉണ്ടാക്കി, അതായത് അത്രത്തോളം ബന്ധങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രീക്ക് രാജാവ് അന്തോക്കോസിൻ്റെ രാജ്യം വരെയും, അതുപോലെ തന്നെ ചോള പാണ്ഡ്യ രാജ്യം വരെയും, തമ്പപാണി വരെയുള്ള സ്ഥലം വരെയും ഒക്കെ തന്നെ ഈ ഒരു തത്വങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തത്വങ്ങൾ എത്താത്തിടത്ത ജനങ്ങൾ പോലും ഈ മഹിമയേറിയ ഈ കൽപ്പനകളെ ശ്രവിക്കാറുണ്ടായിരുന്നു. അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു അശോകൻ്റെ ധമ്മ കൺസെപ്റ്റ്. അശോകൻ നടത്തിയ അത്തരം ഗൗരവപരമായുള്ള ശ്രമങ്ങൾ കൊണ്ട് ബുദ്ധമതം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിച്ചു, പുരോഗതി കൈവരിച്ചു. സിലോണിലേക്കും സുവർണഭൂമിയിലേക്കും, അതായത് ബർമ, സുമാത്ര എന്നീ പ്രദേശങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചതായിട്ട് സിലോണീസ് വൃത്താന്തങ്ങൾ പറയുന്നുണ്ട്. മഹേന്ദ്ര ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനോ അല്ലെങ്കിൽ അശോകൻ്റെ മകനോ ആയിരിക്കാം. അദ്ദേഹം സഹോദരി സംഘമിത്രയോടൊപ്പം സിലോണിലേക്ക് പോയി ബുദ്ധമതം പ്രചരിപ്പിക്കുന്നുണ്ട്, അശോകൻ്റെ ധർമ്മശാസനങ്ങളെ പ്രചരിപ്പിക്കുന്നുണ്ട്. ദേവാനമ്പിയ എന്നറിയപ്പെടുന്ന തിസയുടെയും മറ്റു പലരുടെയും മതപരിവർത്തനം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിജയമായിരുന്നു. ഇനി അജിത കേശകാംബല. സമന്നഫല സൂത്ത എന്ന ഗ്രന്ഥത്തിൽ അജാതശത്രു രാജാവ് അജിത കേശകാംബലയെ പണ്ഡിതനായിട്ടുള്ള ഒരു അധ്യാപകനായിട്ട് പരാമർശിക്കുന്നുണ്ട്. സമന്നഫല സൂത്രപ്രകാരം അജിത ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്, അതായത് ഉച്ഛേദവാദ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. പുനർജന്മമോ കർമ്മഫലമോ ഇല്ലെന്നും വ്യക്തി മരണത്തോടുകൂടി അവസാനിക്കുന്നു എന്നുള്ള വീക്ഷണത്തെയാണ് ഉച്ഛേദവാദ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ. ധാർമ്മിക നിരുത്തരവാദത്തെയും സുഖലോലുപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിദ്ധാന്തം വിനാശകരമായ സിദ്ധാന്തമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അജാതശത്രു രാജാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികമായ വീക്ഷണങ്ങൾ വ്യക്തമാണ്. ഇത് സമന്നഫല സൂത്രത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ദാനമോ ത്യാഗമോ വഴിപാടോ ഒന്നുമില്ല, നന്മയുടെയോ തിന്മയുടെയോ ഫലമോ ഇല്ല, ഈ ലോകമോ അന്യലോകമോ ഇല്ല, മാതാപിതാക്കളില്ലാതെ മാതാവും പിതാവും മറ്റു ജീവികളൊന്നും ഉണ്ടാവില്ല, ലോകത്തിൽ സന്യാസികളും ബ്രാഹ്മണരുമില്ല, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം വായുവിൽ നിന്ന് ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവസാനിക്കുന്നു. അഞ്ചാമത്തേത്, അവൻ്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അവൻ്റെ അസ്ഥികൾ ചാരമായി മാറുന്ന പോലെ അവനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളും തീർന്നു പോകുന്നു എന്നുള്ളതാണ് മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതിക്കാരുടെ വാദം. അജിത കേശകാംബലയുടെ ടീച്ചിങ്സ് തീവ്രമായ ഭൗതികവാദമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചാർവാകരെ പോലെയുള്ള മറ്റ് സാധാരണ ഭൗതികവാദികൾ അടുത്ത ലോകത്തിൻ്റെ സാധ്യതയോ മരണാനന്തരം ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ നിലനിൽപ്പിൻ്റെയോ സാധ്യതയോ തീർത്തും നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ വർത്തമാന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അതിൻ്റെ ആപേക്ഷിക സാഹചര്യങ്ങളോടൊപ്പം ഇപ്പോഴും അവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അജിത കേശകാംബല ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്.
ഈ ഭൗതിക ലോകത്തിൻ്റെ അസ്തിത്വത്തിൽ അദ്ദേഹം വിശ്വസിച്ചില്ല. മാത്രമല്ല, ജീവജാലങ്ങളുടെ ലോകം നിലവിലില്ല എന്നതാണ് ഇതിനർത്ഥമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ വരുന്നത് സ്വാഭാവിക പ്രതിഭാസങ്ങളുടെ ഒരു പ്രക്രിയ മാത്രമാണ്. ഭൗതിക ലോകത്തിലെ എല്ലാ വസ്തുക്കളും അത് ചൈതന്യമോ നിർജീവമോ എന്നത് പരിഗണിക്കാതെ 4 അടിസ്ഥാന ഘടകങ്ങളുടെ, അതായത് മഹാഭൂതങ്ങളുടെ, ഭൂമി, ജലം, വായു, അഗ്നി എന്നിവയുടെ സംയോജനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 4 മൂലകങ്ങളുടെ ശരിയായ സംയോജനത്തിലൂടെ ഒരു വസ്തു സൃഷ്ടിക്കപ്പെടുകയും അവയുടെ പിരിച്ചുവിടലിലൂടെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. മരണസമയത്ത് 4 മൂലകങ്ങൾ അവയുടെ യഥാർത്ഥ സ്രോതസ്സുകളിലേക്കും മടങ്ങുന്നു. ഭൂമിയുടെ ആകെ തുകയിലേക്കും മടങ്ങുന്നു എന്നതാണ് ഇവരുടെ വാദം. അജിതാസ് കേശകാമ്പരുടെ പ്രസ്താവന പ്രകാരം അമ്മയോ പിതാവോ ഇല്ല, മാതാപിതാക്കളില്ലാതെ അസ്തിത്വത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നില്ല എന്ന അജിതയുടെ പ്രസ്താവന സമൂലമായ ഭൗതികവാദത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ അദ്ദേഹം ധാർമ്മികതയുടെ സാന്നിധ്യത്തെ തീർത്തും നിഷേധിച്ചു. മാതാപിതാക്കളുടെ അസ്തിത്വം നിഷേധിക്കുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ധാർമ്മിക ബന്ധം യാന്ത്രികമായിട്ട് അദ്ദേഹം നിഷേധിക്കുകയാണ്. അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമോ ഭൗതികമോ ആയ കാര്യമാണെന്നും അത് ധാർമ്മികമല്ലെന്നും അവർ പറയുന്നുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് ബഹുമാനം അവകാശമില്ല എന്ന് അവർ വാദിക്കുന്നു. കുട്ടികൾ മാതാപിതാക്കളോട് ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പാപം ചെയ്യുന്നില്ല. മാതാപിതാക്കളുടെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത് ഒരു ധാർമ്മിക ലോകത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതാണെന്നും സ്വതസിദ്ധമായ ജനനത്തോടെയുള്ള അസ്തിത്വത്തെ നിഷേധിക്കുന്നത് പരലോകത്തിൻ്റെ സാധ്യതയെ നിഷേധിക്കലുമാണെന്ന് പറയുന്നുണ്ട്. അജിത കേശകാമ്പല ദാനമോ യാഗമോ വഴിപാടോ ഇല്ല, ഗുണദോഷങ്ങളുടെ ദോഷമോ ഇല്ല, യാഗങ്ങൾക്ക് ഭസ്മമാണ് അവസാനം എന്ന് പറയുന്നുണ്ട്. അവർ ദാനധർമ്മം പ്രസംഗിക്കുന്ന വിഡ്ഢികളാണ് എന്ന് പറഞ്ഞപ്പോൾ അജിത കേശകാമല കർമ്മത്തെ തീർത്തും നിഷേധിച്ചു. കർമ്മ നിയമത്തിലുള്ള വിശ്വാസത്തെ ശക്തമായി അപലപിച്ച അക്രിയവാദിയായിരുന്നു അദ്ദേഹം. നല്ല പ്രവൃത്തി നല്ല ഫലവും ചീത്ത പ്രവൃത്തി ചീത്ത ഫലവും ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് നുണ പറയുക എന്നതാണ് എന്നവർ പറയുന്നു. ആരും നന്മ ചെയ്യുന്നില്ല, ആരും തിന്മ ചെയ്യുന്നുമില്ല. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും 4 അടിസ്ഥാന ഘടകങ്ങളുടെ സംയോജനമാണ്. വിഡ്ഢികളും ജ്ഞാനികളും ഒരുപോലെ ശരീരം അലിഞ്ഞു പോകുമ്പോൾ ഛേദിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും 4 മൂലകങ്ങളും അവയുടെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഛേദിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യപ്പെടുന്നു എന്ന സിദ്ധാന്തം മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് അജിതയെ ഉച്ഛേദവാദി എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതായത് ഉന്മൂലനനാശിനി എന്ന് വിളിക്കുന്നത്. ദിവ്യത്തെ ഏക യാഥാർത്ഥ്യമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ഭൗതികവാദി എന്നും വിളിക്കുന്നുണ്ട്. ഇനി പറയാനുള്ളത് ഇന്ത്യൻ മെറ്റീരിയലിസം, അതായത് ലോകായതവാദം അല്ലെങ്കിൽ കാർവാഗ ഫിലോസഫി ആണ് നമുക്ക് പറയാനുള്ളത്. ലോകായതവാദത്തിൻ്റെ ഏറ്റവും സാധാരണമായ അർത്ഥത്തിൽ ഇന്ത്യൻ ഭൗതികവാദം എന്നതാണ്. അമാനുഷികതയെ നിരാകരിക്കുന്ന ഇന്ത്യൻ തത്വചിന്തയ്ക്കുള്ളിലെ ചിന്താധാരയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ദാർശനിക വ്യവസ്ഥകളിലെ ഏറ്റവും സമൂലമായ ഒന്നായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. അഭൗതികമായ ഒരു ആത്മാവും അല്ലെങ്കിൽ ദൈവവും മരണാന്തര ജീവിതവും മറ്റു ലൗകിക സത്തകളുടെ അസ്തിത്വത്തെയും ഇത് നിരാകരിക്കുന്നു. അതിൻ്റെ പ്രാഥമികമായ ദാർശനികതകളെല്ലാം ഇറക്കുമതി ചെയ്യപ്പെട്ടതാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ലോകായത, കാർവാക എന്നീ പദങ്ങൾ ഇന്ത്യൻ ഭൗതികവാദത്തിൻ്റെ ദാർശനിക വിദ്യാലയത്തെ സൂചിപ്പിക്കാൻ ചരിത്രപരമായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള പദമാണ്. അക്ഷരാർത്ഥത്തിൽ ലോകായത എന്നാൽ ജനങ്ങളുടെ തത്വശാസ്ത്രം എന്നാണ് അർത്ഥം. ഏകദേശം 500 BC വരെ പുരാതന ബുദ്ധമതക്കാരാണ് ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഒരു പൊതു ഗോത്ര ദാർശനിക വീക്ഷണത്തെയും ഈ ഒരു തത്വശാസ്ത്രം പ്രതിനിധീകരിക്കുന്നുണ്ട്. പ്രകൃതി ഐതിഹ്യത്തെയും പരാമർശിക്കുക. ഇന്ത്യയിലെ മതനേതാക്കളാൽ നിന്ദിക്കപ്പെട്ടതും ഇന്ത്യൻ ദാർശനിക ചിന്തയുടെ പരിധിയിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു ചിന്താധാരയാണ്. ഇന്ത്യയിലെ മതനേതാക്കന്മാരാൽ നിന്ദിക്കപ്പെട്ടതും ഇന്ത്യൻ ദാർശനിക ചിന്തയുടെ പരിധിയിൽ നിലനിൽക്കുന്നതുമായ ഒരു ചിന്താധാരയാണ് ഇത് ലോകായത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. BC 500 ശേഷം ഈ പദം കൂടുതൽ നിന്ദ്യമായിട്ടുള്ള അർത്ഥം നേടുകയും കുതന്ത്രത്തിൻ്റെ പര്യായമായിട്ട് മാറുകയും ചെയ്തു. 6-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ലോകയാത്ര എന്ന പദം ഭൗതികവാദ ചിന്തയെ സൂചിപ്പിക്കാൻ തുടങ്ങിയത്. സ്കൂളിൻ്റെ 2 സ്ഥാപകരിൽ ഒരാളുടെ പേരിൽ ഇന്ത്യൻ ഭൗതികവാദത്തിനും
കാർവാഗ് എന്ന പേരിട്ടു. കാർവാഗയും അജിത് കേശകാമ്പലയും ഇന്ത്യൻ ഭൗതികവാദത്തെ ഔപചാരിക ദാർശനിക വ്യവസ്ഥയായിട്ട് സ്ഥാപിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ബൃഹസ്പതിയാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നാണ്. ബൃഹസ്പതി ഇന്ത്യൻ ഭൗതികവാദത്തെക്കുറിച്ചുള്ള ക്ലാസിക് കൃതിയായ ബൃഹസ്പതി സൂത്രം രചിച്ചതായിട്ട് ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പം ബൃഹസ്പതിയുടെ ജീവിതത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ ചില വിവരങ്ങളുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഭൗതികവാദത്തെക്കുറിച്ചുള്ള മിഥ്യാധികാരിയായും അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹം ബൃഹസ്പതി സൂത്രത്തിൻ്റെ രചയിതാവായും കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ കാരണം കൊണ്ട് ഇന്ത്യൻ ഭൗതികവാദത്തിന് ബിഹസ്പത്യ എന്ന് പേരിട്ടു. സ്റ്റാറ്റസ് ഇൻ ഇന്ത്യൻ തോട്ട് എന്നുള്ളതാണ്. അതായത് ഭാരതീയ ചിന്ത എന്ന ആ ഒരു പദവിയെക്കുറിച്ച് ഇന്ത്യൻ ദാർശനിക സമൂഹത്തിനുള്ളിൽ നിന്ന് ലോകായതയുടെ മൂല്യം അതിൻ്റെ ദാർശനിക ഇറക്കുമതി പോലെ തന്നെ പ്രസക്തമായ ഒരു വിഷയമാണ്. ലോകായത എന്ന പദത്തിൻ്റെ പദപ്രയോഗം ഇന്ത്യൻ ഭൗതികവാദത്തിൻ്റെ സ്ഥിരമായ പാർശ്വവൽക്കരണത്തിൻ്റെ തെളിവാണ്. ഇന്ത്യൻ തത്വചിന്തയുടെ ആത്മീയവാദ സ്കൂളുകളുടെ അനുയായികളായ ഹെഡോണിസ്റ്റിക് പെരുമാറ്റവും മതപരമായ വീക്ഷണങ്ങളും അവരുടെ സ്വന്തം വ്യവസ്ഥിതിയെ നിലനിന്നിരുന്ന ഭൗതിക പ്രവണതകളുടെ വിഷയത്തിൽ വിമുഖത കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ദയാകൃഷ്ണയെപ്പോലുള്ള ചില പണ്ഡിതന്മാർ ഭൗതികവാദം വിവിധ തലങ്ങളിൽ എല്ലാ ഇന്ത്യൻ തത്വചിന്ത സ്കൂളുകളിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഭൗതികവാദം മറ്റു പ്രത്യയശാസ്ത്രങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. ഈ ലൗകികതയുടെ മുൻഗണനയെക്കുറിച്ചുള്ള ധാരണകൾ ചില ആത്മീയ വിദ്യാലയങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ദ്രവ്യം ആത്മീയ മേഖലയേക്കാൾ മുൻഗണന നൽകുന്നില്ലെങ്കിലും മറ്റ് പ്രധാന ലോകമതങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ പ്രാധാന്യം ഉയർന്നതാണ്. വിവിധ ഇന്ത്യൻ ചിന്താധാരയുടെ ദാർശനിക ഇറക്കുമതി പരിശോധിക്കുമ്പോൾ ഈ നിരീക്ഷണം ചിലരെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ ചിന്തയുടെ പരിണാമം പരിഗണിക്കുമ്പോൾ അത് പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ട്. ലോകായത എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ജനങ്ങൾക്കിടയിൽ പ്രബലമായി തീർന്നത് എന്നതാണ്. അത് ഇന്ത്യൻ ദാർശനിക ചിന്തകളിൽ വ്യാപകമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൗതികവാദം പരക്കെ അംഗീകരിക്കപ്പെടുന്നു എന്നോ അതിൻ്റെ സാന്നിധ്യം പരസ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഇതിനർത്ഥമില്ല. എന്നാൽ ഇന്ത്യൻ തത്വചിന്തയിൽ മൊത്തത്തിൽ അതിൻ്റെ ദൂരവ്യാപകമായുള്ള ഫലങ്ങൾ ഉളവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഭൗതികവാദത്തിൻ്റെ സംഭാവനകളാണ് നോക്കുന്നത്. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ദാറ്റ് മെറ്റീരിയലിസം ഹാസ് ഹാഡ് ഓൺ ഇന്ത്യൻ തോട്ട് ഈസ് ഇൻ ഫീൽഡ് ഓഫ് സയൻസ്. ദ സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ മെറ്റീരിയലിസം ലെഡ് ടു ദ മൈൻഡ്സെറ്റ് ദാറ്റ് മാറ്റർ ക്യാൻ ബി of value in itself rather than a burden to our minds or souls. The materialist view promoted the notion that the body itself can be regarded as wondrous and full of potential. Evidence in his shift in the perspective can be seen by the progress of science over the course of India's history. Materialist thought defined the physical world and elevated the science to the respectable level. Moreover, the materialist emphasis on empirical validation of truth became the golden rule of scientific method. Indian materialism predated the British empiricist movement by over a millennium. Whereas the authority of empirical evidence carried little weight in ancient India, modern thought began to value the systematic and cautious epistemology that first appeared in the thought of Logayada. ഭൗതികവാദം ഇന്ത്യൻ ചിന്തകളിൽ ചെലുത്തിയ ഏറ്റവും വലിയ സ്വാധീനം ശാസ്ത്രത്തിൻ്റെ മേഖലയിലാണ്. ഇന്ത്യൻ ഭൗതികവാദത്തിൻ്റെ വ്യാപനം ദ്രവ്യത്തിന് അതിൽ തന്നെ മൂല്യമുണ്ടാകുമെന്ന ചിന്താഗതിയിലേക്ക് നയിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സുകൾക്കോ ആത്മാവുകൾക്കോ ഒരു ഭാരമാകുന്നതിന് പകരം ഭൗതികവാദ വീക്ഷണം ശരീരത്തെ തന്നെ അത്ഭുതകരവും കഴിവുകൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഘടകമായിട്ട് കണക്കാക്കുന്നുണ്ട്. വീക്ഷണത്തിലെ ഈ മാറ്റത്തിൻ്റെ തെളിവുകൾ ഇന്ത്യയുടെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ കാണാൻ പറ്റും. ഭൗതികവാദ ചിന്താഗതികൾ ഭൗതിക ലോകത്തെ മാന്യമാക്കുകയും ശാസ്ത്രത്തെ മാന്യമായ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല സത്യത്തിൻ്റെ അനുഭവ സാധൂകരണത്തിന് ഭൗതികവാദ ഊന്നൽ ശാസ്ത്രീയ രീതിയിലൂടെ നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭൗതികവാദം ഒരു സഹസ്രാബ്ദത്തിലേറെയായി ബ്രിട്ടീഷ് എംപിരിസിസ്റ്റ് പ്രസ്ഥാനത്തിന് മുമ്പുള്ളതായിരുന്നു. പ്രാചീന ഇന്ത്യയിലെ അനുഭവപരമായ തെളിവുകളുടെ
അനുഭവപരമായ തെളിവുകളുടെ അധികാരത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ലോകായത ചിന്തയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട വ്യവസ്ഥിതിയും വ്യവസ്ഥാപിതവും സൂക്ഷ്മവുമായ ജ്ഞാനശാസ്ത്രത്തെ ആധുനിക ചിന്താഗതികൾ വിലമതിക്കാൻ തുടങ്ങി. അതിൻ്റെ ഉപദേശത്തെക്കുറിച്ച് ലോകായതയുടെ സിദ്ധാന്ത ഗ്രന്ഥങ്ങളായി വർത്തിക്കുന്ന കൃതികളൊന്നും നിലവിലില്ല. ചിന്താ സ്കൂളുകളിൽ ലഭ്യമായ സാമഗ്രികൾ അപൂർണവും നൂറ്റാണ്ടുകളായി തകർച്ച അനുഭവിച്ചവയുമാണ്. ബൃഹസ്പതി സൂത്രത്തിൻ്റെ കേവലം ശകലങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. അവയുടെ അവ്യക്തമായുള്ള സ്വഭാവം കാരണം പുരാതന ഇന്ത്യൻ ഭൗതികവാദികളുടെ സിദ്ധാന്തങ്ങളെയും പ്രയോഗങ്ങളെയും കുറിച്ച് ചെറിയ ഉൾക്കാഴ്ചകൾ മാത്രമേ നൽകുന്നുള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങളായി ജനങ്ങളുടെ തത്വചിന്ത എങ്ങനെ ഉത്ഭവിക്കുകയും പരിണമിക്കുകയും ചെയ്തു എന്നതിൻ്റെ ഒരു രേഖാചിത്രം രൂപപ്പെടുത്തുന്നതിന് ഈ ഭൗതികവാദത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഇനി എന്താണ് എത്തിക്സ് അഥവാ ധാർമ്മികത എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഭൗതികവാദത്തിൻ്റെ നൈതികതയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു വീക്ഷണം അത് പൊതുവെ അഹംഭാവത്തെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങളെ തടയുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഭൗതികവാദം എന്നുള്ളത്. തെറ്റായ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രപഞ്ചശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സിദ്ധാന്തങ്ങളോട് കൂടിയതാണ് ഈ ഒരു ഭൗതികവാദികളുടെ വാദം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യൻ ഭൗതികവാദം തന്നിലും തനിക്ക് വേണ്ടിയും ഉള്ള ആനന്ദത്തെ മാത്രം ഊന്നൽ നൽകുമ്പോൾ, അങ്ങനെ വരുമ്പോൾ തന്നെ ആശ്രയിച്ചു കഴിയുന്നവരുടെ ആനന്ദത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് സുഖലോലുപതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. കൂടാതെ അത് ആനന്ദത്തോടുള്ള പ്രയോജനകരമായ സമീപനത്തെ നിരാകരിക്കുന്നുണ്ട്. പ്രയോജനവാദം ആനന്ദത്തെ ഉയർന്നതും താഴ്ന്നതും അത് ആത്യന്തികമായി നന്മയായി കണക്കാക്കുന്ന തരത്തിലുള്ളതാണ് ഊന്നി പറയുന്നത്. എന്നാൽ ഇതിൽ സുഖലോലുപതയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടായ തലത്തിൽ നന്മയുടെ ആനന്ദം പരമാവധിയിലേക്ക് എത്തിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിദ്ധാന്തങ്ങളെയാണ് ഇന്ത്യയുടെ പ്രാചീനകാല കൺസെപ്റ്റ് പ്രോത്സാഹിപ്പിച്ചത്. ശുദ്ധമായ അഹംഭാവത്തിൽ നിന്നുള്ള ഈ നീക്കത്തെ ഇന്ത്യൻ ഭൗതികവാദം നിരാകരിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യക്തികൾക്കൊരു ബാധ്യതയുമില്ലെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പ്രവണതയുള്ളൂ എന്നും ഈ സിദ്ധാന്തം പറയുന്നുണ്ട്. അമാനുഷികത നിരസിച്ചതിന് മാത്രമല്ല, അഹംഭാവപൂർണമായ ധാർമ്മികതയ്ക്ക് ഊന്നൽ നൽകുന്നത് കൊണ്ടാണ് ഈ ഒരു സിദ്ധാന്തത്തെ നിരാകരിക്കുന്നത്. ഇന്ത്യൻ തത്വചിന്തയുടെ ഫലത്തിൽ എല്ലാ സ്കൂളുകളും ചാർവാക സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ ഭൗതികവാദം തികച്ചും അപലപിക്കപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഭൗതികവാദം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് അഹംഭാവമോ ഹെഡോണിസ്റ്റിക് ധാർമ്മികതയോ ഒന്നുമല്ല. തീർച്ചയായും ഈ ഒരു ഫിലോസഫി ജനങ്ങളുടെ മൂല്യങ്ങൾക്കും ആചാരങ്ങൾക്കും കൃത്യമായ വിവരണമായിട്ട് വർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ഷണം ചാർവാക ഫിലോസഫിക്ക് പ്രാധാന്യം നൽകുന്നുമുണ്ട്. ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന ഏതെങ്കിലും സങ്കല്പത്തിനൊപ്പം നല്ലത് എന്ന പ്ലാറ്റോണിക് സങ്കല്പമായി നമ്മൾ ഇപ്പോൾ കരുതുന്ന രണ്ടും നിരാകരിക്കുകയല്ലാതെ മറ്റൊന്നും അത് അവകാശപ്പെടുന്നില്ല. അതായത് ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ എന്നതിന് പകരം നന്മ അല്ലെങ്കിൽ നന്മകൾ എന്ന രീതിയിലാണ് ചാർവാക ഫിലോസഫി ഉപയോഗപ്പെടുത്തുന്നത്. മതപരമായ വിശ്വാസങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വീകാര്യമെന്ന് കരുതുന്നതിനെ ഗുരുതരമായി ലംഘിച്ച മറ്റൊരു ചിന്താധാരയെ സൂചിപ്പിക്കാൻ ഇന്ത്യൻ തത്വചിന്തയിലെ മിക്കവാറും എല്ലാ സ്കൂളുകളും നാസ്തിക എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പദത്തിൻ്റെ ഏറ്റവും വലിയ സ്വീകർത്താവ് ചാർവാക വിദ്യാലയമാണ്. സാധാരണയായിട്ട് അതേ നിലവാരത്തിലേക്ക് താഴ്ത്തപ്പെട്ട ചാർവാക എന്ന പദം നാസ്തിക എന്ന പദവും നാസ്തിക എന്ന പദവും ചിലപ്പോൾ ഇന്ത്യൻ ചിന്തയുടെ ക്ലാസിക്കൽ സ്കൂളുമായി പൊരുത്തപ്പെടാത്ത ഒരു ചിന്താധാരയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറ്. അതായത് നാസ്തിക എന്ന പദം കൊണ്ടുണ്ടാകുന്ന അപമാനം അതായത് പ്രബുദ്ധതയിലേക്കുള്ള പാതയിൽ നിന്ന് അപകടകരമായി വഴിതെറ്റിപ്പോയ എന്ന അർത്ഥത്തിലാണ് നാസ്തിക എന്ന പദം ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ഭൗതികവാദ സ്കൂളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ നാസ്തിക എന്ന പദം. കാരണം അവർ മെറ്റാഫിസിക്കൽ ചിന്താഗതിക്കാരാണ്. അതായത് ധാർമ്മിക സത്യങ്ങളെക്കുറിച്ച് അജ്ഞരാണ്. ഇത്തരത്തിലുള്ള അജ്ഞത സമൂഹത്തിൻ്റെ മഹത്തായ നന്മയ്ക്ക് ഗുരുതരമായ ഭീഷണിയായി മാറും എന്ന് ഉള്ളതുകൊണ്ട് തന്നെ ആത്മീയവും ധാർമ്മികവുമായ അറിവില്ലാത്ത വ്യക്തിക്ക് ഇന്ത്യൻ തത്വചിന്ത മൊത്തത്തിൽ അതിലെ അംഗങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒരുതരം ഉത്കണ്ഠ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പാശ്ചാത്യർ ഏറെക്കുറെ സ്വീകരിക്കുന്ന സാംസ്കാരികവും വ്യക്തിഗതവുമായ സുഖലോലുപതയിൽ അധിഷ്ഠിതമായ തത്വങ്ങൾക്ക് അനുയോജ്യമായിട്ട് മാറാറുണ്ട്. ഇതിലാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പറയാനുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂള്
മിഡീവൽ സിന്തസിസ് എന്ന ഭാഗമാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.